പരമശിവന്റെ രണ്ട് മക്കളായ കാർത്തികേയ സ്വാമിയെയും ഗണപതി സ്വാമിയെയും കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ നാം തെക്കേ ഇന്ത്യക്കാർക്ക് പരമശിവന്റെ മറ്റൊരു പുത്രനായ അയ്യപ്പസ്വാമിയെ കുറിച്ചും അറിയാം. എന്നാൽ പരമശിവന് 13 മക്കളുണ്ട്. അതിൽ 3 പേർ പെൺകുട്ടികളുമാണ്. ഈ വീഡിയോയിലൂടെ പരമശിവന്റെ 10 ആൺമക്കളെ കുറിച്ചും 3 പെൺമക്കളെ കുറിച്ചും മനസ്സിലാക്കാം. കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ, മുരുകൻ, സ്കന്ദൻ എന്ന് ഭക്തർ വിളിച്ച് ആരാധിക്കുന്ന ശിവപാർവതി പുത്രനാണ് കാർത്തികേയ സ്വാമി. കാർത്തികേയൻ യുദ്ധത്തിന്റെ ദേവൻ കൂടിയാണ്. ഗണപതി, വിനായകൻ, ഗണേശൻ, വിഘ്നേശ്വരൻ എന്നീ പേരുകളിൽ ഭക്തർ ഭഗവാനെ വിളിച്ച് ആരാധിക്കുന്നു. ഏറ്റവും ആരാധിക്കുന്ന ദേവന്മാരിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ. വിഘ്നങ്ങളെ നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ദേവനാണ് ഗണപതി. കലയുടെയും ശാസ്ത്രത്തിന്റെയും രക്ഷാധികാരി കൂടിയാണ് ഭഗവാൻ. അയ്യപ്പൻ, പരമശിവന്റെ മകനായി അയ്യപ്പസ്വാമിയെ പരാമർശിക്കുന്നത് ബ്രഹ്മപുരാണത്തിലാണ്. ഹരിഹരപുത്രനാണ് അയ്യപ്പസ്വാമി. മഹിഷീവധത്തിനായി അവതാരമെടുത്തതാണ് ഈ ശിവപുത്രൻ. ഭൂമ, കഠിന തപസ് അനുഷ്ഠിച്ചിരുന്ന പരമശിവന്റെ വിയർപ്പ് തുള്ളി ഭൂമിയിൽ പതിച്ചു. അങ്ങനെ പരമശിവന് ഭൂമിദേവിയിൽ പിറന്ന മകനാണ് ഭൂമ അഥവാ ചൊവ്വ. നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വ പരമശിവന്റെ പുത്രനാണെന്ന് പത്മപുരാണത്തിലും ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പറഞ്ഞിരിക്കുന്നു. ജനന്തര, ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാനായി പരമശിവൻ തന്റെ തൃക്കണ്ണു തുറന്നു. എന്നാൽ അലിവ് തോന്നിയ ഭഗവാൻ ഇന്ദ്രനെ രക്ഷിക്കുകയും തൃക്കണ്ണിൽ നിന്നും വന്ന ഊർജം സമുദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു. ആ ഊർജം സമുദ്രവുമായി കൂടിച്ചേർന്നപ്പോൾ അത് ഒരു ആൺകുട്ടിയുടെ രൂപമായി മാറി. ആ കുട്ടിയാണ് ജലന്ധര. സുകേഷ്, അസുരപുത്രനായിരുന്ന അനാഥ ബാലനായിരുന്നു സുകേഷ്. പാർവതീദേവിക്ക് ഈ ബാലനോട് അലിവ് തോന്നുകയും ശിവപാർവതിമാർ സ്വന്തം പുത്രനായി സ്വീകരിച്ച് സുകേഷ് എന്ന പേര് നൽകി വളർത്തി. അന്ധകൻ, പരമശിവന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ഒരു അന്ധനായ മകൻ ജനിച്ചു. ആ അസുരനാണ് അന്ധകാസുരൻ. വാസ്തോസ്പതി, അന്ധകാസുരനുമായി യുദ്ധത്തിനിടയിൽ പരമശിവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ വീണു. ഈ തുള്ളികൾ വാസ്തോസ്പതി എന്ന ആൺകുട്ടിക്ക് ജന്മം നൽകി. നാം ഏവരും ഗൃഹനിർമ്മാണത്തിനും മറ്റും നോക്കാറുള്ള വാസ്തുവിന്റെ സംരക്ഷകനാണ് വാസ്തോസ്പതി. വേട്ടയ്ക്കൊരു മകൻ, അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ കാട്ടാള വേഷത്തിലെത്തിയ പരമശിവനും പാർവതി ദേവിക്കും ജനിച്ച മകനാണ് വേട്ടയ്ക്കൊരു മകൻ. വിഷ്ണുമായ, പരമശിവനും കൂളിവക എന്ന ചണ്ടാല സ്ത്രീയായി രൂപമെടുത്ത പാർവതി ദേവിക്കും ജനിച്ച പുത്രനാണ് വിഷ്ണുമായ. ഇനി പരമശിവന്റെ പുത്രിമാരെ കുറിച്ച് മനസ്സിലാക്കാം. അശോകസുന്ദരി, പാർവതി ദേവിയുടെ ആഗ്രഹത്തിൽ നിന്നാണ് അശോകസുന്ദരി ജന്മമെടുത്തത്. പത്മപുരാണത്തിലും ശിവപുരാണത്തിലും അശോകസുന്ദരിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മാനസാദേവി, ബംഗാളിലും വടക്കുകിഴക്കേ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുമാണ് മാനസാദേവിയെ കൂടുതലായി ആരാധിച്ചു വരുന്നത്. സർപ്പദർശനം തടയാനും സമൃദ്ധമായ വിളയെടുപ്പിനും വേണ്ടിയാണ് പരമശിവന്റെ ഈ പുത്രിയെ ആരാധിച്ചു വരുന്നത്. ജ്യോതിദേവി, ശിവപാർവതി പുത്രിയാണ് ജ്യോതിദേവി. മുരുകസ്വാമിയുടെ വേലുമായി ബന്ധപ്പെട്ടാണ് ദേവിയെ ആരാധിച്ചു വരുന്നത്.